ഈ കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ സർക്കാരിൻ്റെ നയം എന്തായിരുന്നു നിയമസഭയിൽ പറഞ്ഞിരുന്നത്? ഇത് നാടിൻ്റെ പൊതുവായ വികസനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ പണം കിട്ടാത്തത് കൊണ്ട് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വിവിധ ബാങ്കുകളിൽ നിന്ന് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് അത് വെച്ച് കേരളത്തിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതായിരുന്നു ഞാൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഇവിടെ കുറേ ഡെവലപ്മെന്റ്സ് നടന്നത്. ഇതിന് തിരിച്ചടവായി ബാങ്കുകൾക്ക് അന്നേ സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പെന്താണ്? നമുക്കറിയാം, ഇവിടെ വരുന്ന പെട്രോളിയത്തിൽ നമ്മൾ സെസ് ചുമത്തുന്നുണ്ട്. നമ്മൾ അടിക്കുന്ന പെട്രോളിൽ ഏകദേശം 1 രൂപയിലധികം കിഫ്ബിയുടെ തിരിച്ചടവിന് വേണ്ടി ഞാനും നിങ്ങളും പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് രാവിലെ പെട്രോൾ അടിച്ച് ഈ പത്രസമ്മേളനത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ കിഫ്ബിയിലേക്ക് പണമടച്ചിട്ടുണ്ട്. അതിന് പുറമെ GSTയിൽ നിന്ന് സർചാർജ് ഈടാക്കുന്നുണ്ട്. ഇത് രണ്ടും വെച്ചുകൊണ്ട് കിഫ്ബിയുടെ അടവ് സുന്ദരമായി നടന്നു പോകുന്നുണ്ട്. അതിലേക്കാണ് ഇനി അവർ നടത്തിയ ഡെവലപ്മെന്റ്സിന് പണം പിരിക്കുമെന്ന് പറയുന്നത്. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കെട്ടിടങ്ങൾക്ക് കുട്ടികൾ ഇതിൻ്റെ തിരിച്ചടവിലേക്ക് പൈസ തരണമെന്ന് ഈ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പം എല്ലാ നിലക്കും മനുഷ്യരെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും സ്വജനപക്ഷപാതം നടത്തുകയും കേരളത്തിലാകമാനം അഴിമതിക്ക് വഴി തുറന്നു വിടുകയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് ഭരണാധികാരികൾ മന്ത്രിസഭയിൽ നടക്കുന്ന തീരുമാനങ്ങൾ പോലും മന്ത്രിമാർ പോലും അറിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ തീരുമാനം എനിക്ക് വ്യക്തിപരമായി സൗഹൃദമുള്ള 1-2 മന്ത്രിമാരെ ഇന്നലെ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ അവരത് അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മന്ത്രിസഭാ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാറിയിരിക്കുന്നു. മന്ത്രിസഭയിൽ ഒരു ചർച്ചയില്ല. ജനങ്ങളുമായി സംവദിക്കേണ്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ പറയുന്നില്ല. എല്ലാം വളഞ്ഞ വഴിയിലൂടെ. ഇപ്പോൾ നമുക്കറിയാം, വനഭേദഗതി നിയമ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചത് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാതെയാണ്, പത്രങ്ങളിൽ പരസ്യം നൽകാതെയാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള 140 MLA-മാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒഴികെ 139 MLA-മാർക്കും അതിൻ്റെ കരട് നൽകിയിട്ടില്ല. ഞങ്ങൾക്കാർക്കും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാം ഒളിച്ചു കടത്തുക, സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കണക്കാക്കുന്ന കാര്യങ്ങൾ മാത്രം ഒരു ഏകാധിപതിയിലേക്ക് കേരളത്തിൻ്റെ ഭരണം മുഴുവൻ മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ജനദ്രോഹകരമായ അവസാനത്തെ തീരുമാനമാണ് കേരളത്തിലെ 261 റോഡാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 100 ചില്ലാനം പാലമാണ്. ഈ അങ്ങാടിയിൽ നിന്ന് ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ പുറത്തേക്ക് നിങ്ങൾക്ക് കിടക്കണമെങ്കിൽ, വീട്ടിൽ നിന്ന് നിങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവിടണമെങ്കിൽ ആ വണ്ടിക്ക് ടോൾ കൊടുക്കേണ്ട അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പോവാണ്. മറ്റ് കേരളത്തിലെ 3-4 റോഡുകൾക്ക് മാത്രമാണ് ടോൾ ഉണ്ടായിരുന്നത്. എല്ലാ പാലങ്ങൾക്കും ടോൾ വരാൻ പോവുകയാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട് വലിയ വികസനമെന്ന് പറഞ്ഞ് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് നടത്തിയ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പണം കൂടി ജനങ്ങളുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റാനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമമാണ്. ഇതിനെ അതിശക്തമായി എതിർക്കും, അതിശക്തമായിട്ട്. ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് കൊടുത്തിരുന്ന സ്കോളർഷിപ്പ് നിർത്തലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സ്കോളർഷിപ്പ് കൊടുക്കാൻ പൈസ ഇല്ല. സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന OBC അടക്കമുള്ള ന്യൂനപക്ഷങ്ങളടക്കമുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ട് കാലാകാലങ്ങളായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു 3/4 ഭാഗം. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സാമുദായിക സംഘടനകൾ, പ്രതിപക്ഷ പൊളിറ്റിക്കൽ പാർട്ടീസ് ശക്തമായി എതിർത്തിട്ടും അതിനെ രണ്ടാമത് നൽകാമെന്നുള്ള ഒരു മാന്യമായ മറുപടി പോലും പറയുന്നില്ല. വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതിയത, ആശുപത്രികൾ, ഇവിടുത്തെ ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജുകളൊക്കെ നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. ഒരൊറ്റ സ്കാനിങ് മെഷീൻ കേരളത്തിലെ ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ പോയി നോക്കണം. ഈ MRI 3000, 4000, 5000 രൂപ കൊടുത്ത് ഈ കോടികൾ മുടക്കിയ മെഷീനുകൾ ആശുപത്രിയുടെ അകത്തുണ്ടായിട്ടും ഒന്നും പ്രവർത്തിക്കുന്നില്ല. 2 ദിവസം പ്രവർത്തിക്കും, 10 ദിവസം പ്രവർത്തിക്കില്ല, 2 ദിവസം പ്രവർത്തിക്കും, 10 ദിവസം പ്രവർത്തിക്കില്ല. ആരാണിത് ഓഫാക്കുന്നത്? ആരാണ് ഈ മെഷീൻ്റെ ഫ്യൂസ് വലിച്ചു വരുന്നത്? വലിയ മാഫിയ സംഘങ്ങൾ സർക്കാർ ആശുപത്രികൾ കീഴടക്കിയിരിക്കുകയാണ്. സർക്കാർ ആശുപത്രികളുടെ മുന്നിൽ ഈ പറയുന്നത് പോലെ സ്കാനിങ് സെൻ്ററുകളും മെഡിക്കൽ ലാബുകളും മുളച്ചു പൊങ്ങുകയാണ്. ഈ ഒരു അവസ്ഥ കേരളത്തിലുണ്ടായിട്ടില്ല. പാരാസെറ്റാമോൾ പോലുമില്ലാത്ത ആശുപത്രികൾ, PHCകൾ നാട്ടിൽ മുഴുവനാകുകയാണ്. ഒരു നിവൃത്തിയില്ലാതെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ഇൻഷുറൻസുമായി
കടന്നുപോയിരുന്ന ഇടത്തരക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യൻ എല്ലാ ഇൻഷുറൻസും എല്ലാ ആശുപത്രികളും നിർത്തി. എന്താ കാരണം? ഇതിന് സർക്കാർ നൽകേണ്ട വിഹിതം, രോഗി നൽകേണ്ട വിഹിതമുണ്ട്, അത് രോഗി നൽകുന്നുണ്ട്. പക്ഷേ സർക്കാർ നൽകേണ്ട വിഹിതം കൊടുക്കുന്നില്ല. മരുന്ന് കമ്പനികൾ മരുന്ന് സർക്കാരിന് കൊടുക്കുന്നില്ല. മറ്റുള്ള കമ്പനികൾ അതിനാവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ കൊടുക്കുന്നില്ല. എന്താ കാരണം? അവർക്ക് പണം കൊടുക്കുന്നില്ല. എവിടെ നോക്കിയാലും അഴിമതിയാണ്. ഇപ്പോൾ കൊറോണ സമയത്ത് പോലും നടത്തിയ അഴിമതി CNG ഇവിടെ പുറത്തു വിട്ടിരിക്കുകയാണ്. 10 രൂപക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ, ഗ്ലൗസ് അടക്കം 100 രൂപക്കും 150 രൂപക്കും വാങ്ങി എന്ന് പറയുന്ന കണക്കെഴുതി വച്ചിരിക്കുന്നു കേരളത്തിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനങ്ങളെ സഹായിക്കാൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ സകലമാന സർവീസ് മേഖലകളും പരിപൂർണമായിട്ടും അഴിമതിക്ക് വിധേയമായി ജനങ്ങൾക്ക് കയറി ചെല്ലാൻ കഴിയാത്ത വിധം ജനങ്ങളെ ദുസ്സഹമാക്കുന്ന ഭരണമാണ്.